you all excited to see Ozzy's baby? Of course, we are all excited. നമ്മുടെ ഫാമിലിയിൽ ഇനി വരുന്ന ഫസ്റ്റ് ബേബിയാണ്. ഹൻസു കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ബേബിയാണ്. ഓഫ് കോഴ്സ് ലിയാൻ ഉണ്ടായിരുന്നു, പക്ഷെ ലിയാൻ ജനിച്ചതൊന്നും നമ്മൾ കാണാനില്ല. ലിയാൻ നമ്മൾ 4 വയസ്സായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന മുതൽ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഓസീസ് ബേബി. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. കാരണം എൻ്റെ ഓർമ്മയിൽ ഞാനൊരു ബേബീനെ കൈകാര്യം ചെയ്തത് ഹൻസു തന്നെയാണ്. അന്ന് ഞാനേ ഒരു ബേബിയാണ്. ഞാനൊരു വലിയ മുതിർന്ന സ്ത്രീ ആയിട്ട് ഞാനങ്ങനെ കുഞ്ഞു ബേബികളെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ വലിയൊരു കുട്ടി സ്നേഹിയുള്ളൊരു കുട്ടിയല്ല. ബേബീസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഞാനൊരു അമ്മയാവണം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലും ബേബി ബട്ട് നോട്ട് നോ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞു കുട്ടികളെ. എൻ്റെ കുട്ടികളല്ല, മറ്റുള്ളവരുടെ കുട്ടികളെ എനിക്ക് കൊഞ്ചിക്കാനും എടുക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് യെസ്, ഐ ആം ലുക്കിംഗ് ഫോർവേഡ്. ഇഷാനി കൃഷ്ണ Q&Aയിൽ പറഞ്ഞ ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇഷാനി പറയുകയുണ്ടായി, എന്നെ കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നത് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായി. പിന്നെ അതിനുശേഷം അങ്ങനെ അതിനുശേഷം ഒരു വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻസുകൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു വീഡിയോ ചെയ്യണോ എന്ന് പല പ്രാവശ്യം വിചാരിച്ചിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അത് ഇഷാനി പറഞ്ഞ ഒരു ചിന്താഗതി, അതിനൊരുപാട് പേര് അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. തലയിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൃഷ്ണകുമാർ ജിയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളല്ലേ, അല്ലെങ്കിൽ ഇവർ ഭയങ്കര തലക്കനമുള്ള ഫാമിലിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്ത എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ചില കുട്ടികൾ ഇപ്പം ഇഷാനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 25 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഒരു കോളേജ് പ്രായമൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ കോളേജ് ടൈമൊക്കെ കഴിഞ്ഞ് ഒരു 25 വയസ്സും കുറച്ച് മെച്യൂരിറ്റി ആയി. എങ്കിൽ കൂടി ഇവരുടെ മനസ്സിൽ, ഈ കുട്ടി ഇഷാനിയുടെ മനസ്സിൽ എന്നും എനിക്ക് ഇത്രയും നാളും അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള, അവരെന്നും 60 വയസ്സായാലും അവരുടെ ചിന്താഗതി ഇങ്ങനെ തന്നെ ആയിരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ എന്നും 16 ചില വ്യക്തികൾക്ക് അങ്ങനെ ഏജ് ആവുന്നത് അവർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷേ അവരുടെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്ന വേറെ അവർക്ക് കുഞ്ഞു കുട്ടികളെ ഭയങ്കര ഇഷ്ടവുമാണ്. അവരെടുത്തു പറഞ്ഞ മറ്റുള്ളവരുടെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പ്രശ്നം തീരണമെങ്കിൽ എന്ന് മുതലാണെന്നറിയാവോ? ഇഷാനി കല്യാണം കഴിച്ചൊരു കുട്ടിയാവുന്ന ദിവസം അന്ന് മുതൽ ഈ പ്രശ്നം തീർന്നു കിട്ടും. അതുവരെ ഇഷാനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഒരു കുഞ്ഞു കുട്ടി നമുക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അമ്മയാവുന്ന ആ നിമിഷം മുതൽ അത്രയും വേദനയോടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇഷാനി ഇങ്ങനെ പറയത്തില്ല, എന്നെ അമ്മ കുഞ്ഞമ്മ എന്ന് വിളിക്കരുതെന്ന് പറയത്തില്ല. ഇപ്പം ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയില്ല ഇഷാനി, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് ഇഷാനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല, കുറച്ച് മെച്യൂർഡായെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അതാണ് ഇഷാനിയുടെ പ്രശ്നം. അല്ലാതെ കുട്ടികളെ ഇഷ്ടമില്ലാഞ്ഞിട്ടുണ്ടല്ല പറയണത്. ഒരിക്കലും ഇഷാനിയെ സംബന്ധിച്ച് എന്നും ഒരു ടീനേജ് പ്രായം അതാണ് മനസ്സിൽ. ഒരുപാട് പേർക്ക് കുഞ്ഞു കുട്ടിയായിട്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും. നമ്മുടെ എല്ലാം മനസ്സിലൊരു കുഞ്ഞു കുട്ടിയില്ലേ, അതെന്താണെന്ന് വെച്ചാൽ അതിനുള്ള തെളിവ് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മൾ ഫ്രീ ആവുന്ന നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അതായത് നമ്മൾ ആ കുട്ടിക്കാലത്തിനെ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് നമ്മൾ അത്രയും സന്തോഷവും നമുക്ക് അവരോട് സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഒരു ത്രില്ലിങ്ങും ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും കുട്ടിക്കാലമാണ് ഇഷ്ടം, കുട്ടിയായിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ നമ്മുടെ പ്രായം കടക്കും തോറും നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇഷാനിയെ സംബന്ധിച്ച് പ്രായം കുറച്ചുകൂടെ ആയി, മെച്യൂർഡായി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി ചാടിക്കേറി പറഞ്ഞത്. എനിക്കുണ്ടായൊരു അനുഭവം പറയാം. അപ്പം ഞാനും മോളും കൂടി ഇതേപോലെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് ഒരു ലേഡിയോട് ഞാനൊരു വിഷയം ചോദിച്ചു. അപ്പം മോളാണ് സംസാരിച്ചത്. അപ്പം മോൾ ഇടയ്ക്ക് കയറിയിട്ട് ആൻറ്റി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, അവർ കൂളായിട്ട് മറുപടിയൊക്കെ പറഞ്ഞ് പോവാൻ നേരത്തെ എന്നെ ഇങ്ങനെ വിളിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, ആങ്കറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ അല്ല, എന്താ? അപ്പോൾ പറഞ്ഞു, ആങ്കറിനോട് പറയണം ഇങ്ങനെ ആരെയും ചാടിക്കേറി ആൻറ്റി എന്നൊന്നും വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, ആൻറ്റി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ പിന്നെ അത് ആങ്കറല്ല, എൻ്റെ മകളാണ്. ഓ, മകളാണോ? കണ്ടാൽ തോന്നത്തില്ല. അപ്പം എന്നെ സംബന്ധിച്ച് അതെനിക്കൊരു ഭാഗ്യമാണ്. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത്, നിങ്ങളെ കണ്ടാൽ പ്രായം തോന്നുന്നില്ല, അല്ലെ സന്തൂർ മമ്മിയെ പോലെ ഇരിക്കുന്നത്, അത് നമുക്കൊരു പ്രൗഡാണ്. പക്ഷെ നമ്മളൊരിക്കലും കുട്ടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ജനം
നമ്മളെ നോക്കി ചിരിക്കും, മന്ദബുദ്ധി എന്ന് പറയും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരിപ്പോൾ കമൻസ് പറഞ്ഞോട്ടെ, അവർ കണ്ട ഇത്ര ഏജായിട്ട് എന്ത് ഇതായിട്ടിരിക്കുന്നു, അത് ബാക്കിയുള്ളവർ പറയുന്നത് നമുക്ക് പ്രൗഡാണ്. പക്ഷെ നമ്മൾ തന്നെ സ്വയം എനിക്ക് 18, എന്നെ ആരും അങ്ങനെ ഒന്ന് വിളിക്കല്ലേ, അങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും അറ്റാക്ക് ചെയ്യത്തേയുള്ളൂ. അതാണ് ഇവിടെ ഇഷാനിക്ക് പറ്റിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, അത് ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. അപ്പം അവർ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇഷാനിയെ സംബന്ധിച്ച് ഇഷാനി ഇപ്പം അച്ഛൻ്റെ അമ്മയുടെ കുഞ്ഞു കുട്ടിയാണ്. അങ്ങനെ അത്രയും ഒരു കുഞ്ഞാളിനെ പോലെയാണ് വളരുന്നത്. ഈ പ്രശ്നം സോൾവ് ആവണമെങ്കിൽ ഇഷാനി ഒരു മാരേജൊക്കെ കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് കുറച്ച് മെച്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങും ഇഷാനിക്ക്. അത് കഴിഞ്ഞ് ഇഷാനി ഒരു അമ്മയും കൂടെ ആവുമ്പോഴത്തേക്ക് അന്ന് മുതൽ ഈ ചിന്താഗതി മാറിക്കിട്ടും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. കമൻറ്റ് കേട്ടപ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ ഇപ്പം അവരങ്ങനെയാണ്. അവർക്ക് ആ ഒരു 17 മധുര 18 അത് കഴിഞ്ഞ് ചിന്തിക്കാനേ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ചില മനുഷ്യർക്ക് ഇത് ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ മാറും, ചിലർക്ക് എന്നാലും മാറില്ല. ഇവരൊരു 50 വയസ്സായാലും ഇവരെപ്പോഴും 17, 18 ആ ഒരു ഇതിൽ തന്നെ നിൽക്കുന്ന അങ്ങനെയുള്ള ചില വെറൈറ്റി ആളുകളുണ്ട്. അതിലേക്കിനി ഇഷാനി പെടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.